അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മയ്യിത്ത് നമസ്കാരത്തിൽ ആരെയാണ് ഇമാം നിർത്തുക? പലപ്പോഴും മയ്യിത്ത് നമസ്കാരത്തിന്റെ പ്രാർത്ഥനകൾ അറിയാത്ത മക്കളൊക്കെ ഇമാം നിൽക്കുന്നത് കാണാൻ കഴിയും. ഇത് ശരിയാണോ എന്ന് ചോദിക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, മയ്യിത്ത് നമസ്കാരത്തിൽ ഇമാം നിൽക്കേണ്ടത് ആര് എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. എങ്കിൽ പോലും നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ പറയുന്നത് മരണപ്പെട്ടുപോയ വ്യക്തി വസിയത്ത് ചെയ്ത ആളുകൾ ഇമാം നിൽക്കലാണ് മയ്യിത്ത് നമസ്കാരത്തിൽ ഏറ്റവും അവകാശപ്പെട്ട ആളുകൾ. അതിന് ഉദാഹരണമായി പറയുന്നത് മൻ ഔസൽ മയ്യിത യുസല്ലി അലൈഹി അമലൻ ബിഫിഇ സ്വഹാബ, സ്വഹാബത്തിന്റെ പ്രവർത്തനം, സ്വഹാബത്തിന്റെ ഫിഅൽ അങ്ങനെയായിരുന്നു. അവർ വസിയത്ത് ചെയ്ത ആളുകളാണ് അവർക്ക് ഇമാം നിന്നത് എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോടാണ് വസിയത്ത് ചെയ്ത് ഇമാം നിൽക്കണമെന്ന്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോടാണ് വസിയത്ത് ചെയ്ത് ഇമാം നിൽക്കണമെന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോടാണ് വസിയത്ത് ചെയ്തത്. ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ സഅദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോടാണ് വസിയത്ത് ചെയ്തത്. അപ്പൊ ആ രൂപത്തിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന, എനിക്ക് തഖ്വയുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഒരാളോട്, തഖ്വയുണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരാളോട്, ആലിമായ ഒരാളോട് എനിക്ക് വേണ്ടി ഇമാം നിൽക്കണമെന്ന് വസിയത്ത് ചെയ്താൽ അത് കുടുംബക്കാരാവാം, സ്നേഹിതന്മാരാവാം, പണ്ഡിതന്മാരാവാം, ആ വസിയത്താണ് നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത്. ഇനി അങ്ങനെ ഒന്നുമില്ലാത്ത പക്ഷം പിന്നെ ഒരു പള്ളിയിൽ ശമ്പളം കൊടുത്ത് നിശ്ചയിക്കപ്പെട്ട ഇമാം ഉണ്ടെങ്കിൽ ആ ഇമാമിന്റെ വിവേചനാധികാരമാണ് രണ്ടാമതായി പിന്നെ ആരാണ് ഇമാം നിൽക്കേണ്ടതെന്നുള്ളത്. ഒരു പള്ളിയിലേക്ക് മയ്യിത്ത് കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ഇമാം പറയട്ടെ ഞാൻ ഇമാം നിൽക്കുമെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ തർക്കിക്കേണ്ടതില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറയുന്നത് സുൽത്താനിഹി, ഒരാളുടെ അധികാരത്തിൽ മറ്റൊരാൾ ഇമാമാകാൻ പാടില്ല. ഒരു സ്ഥലത്ത് ഒരു ഇമാം ഉണ്ടെങ്കിൽ അയാളുടെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മറ്റൊരാൾ ഇമാമാകാൻ പാടില്ല എന്ന ഹദീസ് വെച്ചിട്ട് പറയുന്നത് അവിടെ ഒരു ഇമാം ഉണ്ടെങ്കിൽ അദ്ദേഹമാണ് ഇമാം നിൽക്കേണ്ടത്. എന്നാൽ സാധാരണ നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു ഇമാം, ഇപ്പൊ പള്ളിയിലൊക്കെ ഇമാമിങ്ങൾ ഉണ്ടാകും, അവര് മാറിക്കൊടുക്കുക എന്നതാണ്. അതായത് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി ആ ഇമാമിങ്ങൾ മാറിക്കൊടുക്കുക എന്ന ശൈലിയാണ് ഏറ്റവും അനുയോജ്യമായതും പ്രമാണങ്ങളോട് യോജിക്കുന്നതും. അങ്ങനെയായിരുന്നു പലപ്പോഴും സ്വഹാബത്ത് അവരുടെ ഭരണകാലഘട്ടത്തിലൊക്കെ അവർ ചെയ്തിരുന്നതും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഇത് അറിയുന്ന, അതായത് മയ്യിത്ത് നിസ്കാരത്തെ കുറിച്ച് അറിയുന്ന ആളുകളാവണം. മക്കളാണെങ്കിലും ഇപ്പൊ വാപ്പ മരിച്ചാൽ വാപ്പയുടെ ജ്യേഷ്ഠനോ അനുജനോ അല്ലെങ്കിൽ മക്കളോ ഒക്കെ ഇമാം നിൽക്കാറുണ്ട്. ഒന്നും അറിയാതെ വെറും ആംഗ്യം കാണിക്കാൻ വേണ്ടിയുള്ള ആളുകൾ നമ്മൾ ഇമാമായി നിർത്തരുത്. കാരണം വലിയൊരു പ്രാർത്ഥനയാണ് ഇവിടെ നടക്കുന്നത്. ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനയാണ്, തസ്ബീത്തിന്റെ പ്രാർത്ഥനയാണ്. അത് നമ്മൾ കേവലം ആംഗ്യം കാണിക്കാൻ വേണ്ടി, ഇപ്പൊ മയ്യിത്ത് നമസ്കാരത്തിൽ അറിയാം ഉറക്കെ ഓതേണ്ടതില്ല, പിന്നെ റുകൂഉം സുജൂദും ഇല്ല, 4 തക്ബീറുകൾ മാത്രമേ ഉള്ളൂ. ഈ 4 തക്ബീറുകൾക്കിടയിൽ എന്താണ് ഓതേണ്ടത് എന്ന് പോലും അറിയാത്ത ആളുകളെ മകനാണ് അല്ലെങ്കിൽ അനിയനാണ് ജ്യേഷ്ഠനാണ് എന്ന് പറഞ്ഞിട്ട്, വാപ്പയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തണ്ട. അറിയാവുന്ന ആളുകൾ നിൽക്കട്ടെ. ഇത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മയ്യിത്ത് നമസ്കാരത്തിന്റെ പ്രാർത്ഥനകളൊക്കെ മക്കളെ പഠിപ്പിക്കണം. മയ്യിത്ത് നമസ്കാരത്തിന്റെ പ്രാർത്ഥന കുടുംബത്തിൽ എല്ലാവരും പഠിച്ചു വെക്കണം. ഏത് സമയത്ത് ആ വീട്ടിൽ അങ്ങനെ സംഭവിക്കാന്ന് അറിയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ജീവിക്കുകയും ഇതൊന്നും താല്പര്യമില്ലാതെ മുന്നോട്ട് പോവുകയും മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി മകനെ ഒരു വാശി, മകൻ തന്നെ വന്നു നിന്നു, എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല, അങ്ങനെ നമ്മൾ ചെയ്യരുത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മയ്യിത്ത് നമസ്കാരത്തിന്റെ 4 തക്ബീറുകളിലുള്ള പ്രാർത്ഥനകളും പഠിച്ചു വെക്കണം. സാധാ നമസ്കാരത്തിന്റെ രൂപം പഠിച്ചതുപോലെ മയ്യിത്ത് നമസ്കാരത്തിന്റെ രൂപവും മറ്റു നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ പഠിച്ചതുപോലെ മയ്യിത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനയും നമ്മൾ പഠിക്കണം. നമ്മുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ ക്രമം എന്ന് പറഞ്ഞാൽ, മയ്യിത്ത് മരിച്ചുപോയ വ്യക്തി ജീവിത കാലഘട്ടത്തിൽ വസിയത്ത് ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരെ പരിഗണിക്കുക. രണ്ടാമത്തത്, ഒരു പള്ളിയിൽ ഒരു മയ്യിത്ത് കൊണ്ടുവരുമ്പോൾ അവിടെ ഇമാമ് ആണെങ്കിൽ ആ ഇമാമ് ഒന്നെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ ആ ഇമാമ് മാറിക്കൊടുത്ത് മയ്യിത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ബന്ധുക്കളെ ഇമാം നിർത്തുക. അതാണ് ഏറ്റവും ശരിയായ ഒരു മര്യാദയുടെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അതല്ല, നമ്മൾ അവിടെ മയ്യിത്തിന് വേണ്ടി മയ്യിത്ത് കൊണ്ടുവന്നു, ആ സമയത്ത് നല്ല ഒരു ആലിമായ തഖ്വയുള്ള നല്ല ഒരു മനുഷ്യൻ അവിടെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അയാളോട് മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കാം. ഈ രൂപത്തിലൊക്കെ അത് ചെയ്യാവുന്നതാണ്. മയ്യിത്ത് മുമ്പിൽ വെച്ചിട്ട് ഇമാമത്തിന്റെ വിഷയത്തിന്റെ പേരിൽ നമ്മൾ ബഹളം ഉണ്ടാക്കുകയും തർക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവേണ്ടതില്ല. കാരണം അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതാണ്. ഇമാമായി നമസ്കരിച്ചാലും ഇമാമല്ലാതെ നമസ്കരിച്ചാലും അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. ഇപ്പോൾ ഒരു പള്ളിയിലെ ഇമാമ് മാറിത്തരുന്നില്ല എന്ന പക്ഷം അവിടെ നമ്മൾ ഒച്ചയും ബഹളം ഉണ്ടാക്കണ്ട. അദ്ദേഹം ഇമാമ് നിന്നാലും നിന്നില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥന മകൻ എന്ന നിലയിൽ, ബാപ്പ എന്ന നിലയിൽ, അല്ലെങ്കിൽ സഹോദരൻ എന്ന നിലയിൽ, സുഹൃത്ത് എന്ന നിലയിൽ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.